ഹലോ നമസ്കാരം. ഞാനിത് മൊബൈലിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പിക്ചർ ഇത്രയും വലുതായിട്ട് കിട്ടില്ല. കുറേ കാര്യങ്ങൾ അതിൽ പറയാനുള്ളത് കൊണ്ടിട്ട് ഞാനിതിൻ്റെ സ്ക്രീൻഷോട്ട് സിസ്റ്റത്തിലെടുത്തിട്ട് വോയിസ് സെപ്പറേറ്റ് ചെയ്ത് ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പഠിച്ചത് മൂവിങ് ആവറേജ് 20, 50, 200 ആണ് നമ്മളെടുത്ത് ചെയ്തത് ബൈയും സെല്ലും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയൊരു മാറ്റം, കുറച്ചും കൂടി ട്രേഡ് കിട്ടാനും നേരത്തെ പ്രോഫിറ്റ് എടുത്ത് പോകാനും. കാര്യം 20ൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി താഴെ വന്നിട്ടാണ് നമ്മൾ എക്സിറ്റ് എടുക്കുന്നത്. അതുകൊണ്ടിട്ട് നമുക്കൊരു പ്രോഫിറ്റ് കണ്ടിട്ട് പിന്നെ അത് ബുക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലോസ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്ക് 4 മൂവിങ് ആവറേജ് സെറ്റ് ചെയ്യാനുള്ളൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ട്രേഡിംഗ് വ്യൂവിൽ കയറി കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സിൽ കയറി കഴിഞ്ഞാൽ മൂവിങ് ആവറേജ് റിബൺ എന്ന് കൊടുക്കുക. അപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ വരും. അതിൽ 4 മൂവിങ് ആവറേജ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബ്ലൂ ലൈൻ 5, പിന്നെ യെല്ലോ ലൈൻ 20, പിന്നെ റെഡ് കളറ് 50 അങ്ങനെ സെറ്റ് ചെയ്തു. ആദ്യത്തേൽ നമുക്ക് 200 ഉണ്ടായിരുന്നു. അപ്പോൾ 200 നമ്മൾ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഈ മെത്തേഡിൽ എൻട്രി ചെയ്യുന്നത് നമ്മൾ സെയിം യെല്ലോ ലൈൻ ക്രോസ് ചെയ്തിട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി ചെയ്യുന്നു. നേരത്തേൽ നമ്മൾ എക്സിറ്റ് ചെയ്തിരുന്നത് യെല്ലോ ലൈൻ താഴത്തേക്ക് കട്ട് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്. ഇവിടെ പക്ഷേ അതിന് പകരം നമ്മൾ മൂവിങ് ആവറേജ് 5നെ കട്ട് ചെയ്ത് ക്യാൻഡിൽ താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നേരത്തെ നമുക്ക് എക്സിറ്റ് കിട്ടും. പ്രോഫിറ്റ് നമ്മുടെ കയ്യിൽ കുറച്ചും കൂടി നമുക്ക് കയ്യിൽ കിട്ടുകയും ചെയ്യും. ഈ ഇമേജിൽ ആദ്യത്തെ ചെറിയ ആരോ കാണുന്ന സ്ഥലത്ത് നമ്മൾ എൻട്രി ചെയ്തു. പക്ഷേ ഒരു 3ാമത്തെ 4ാമത്തെ ക്യാൻഡിൽ തന്നെ നമുക്കത് എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. കാര്യം ആ 5 മൂവിങ് ആവറേജിനെ കട്ട് ചെയ്ത് താഴത്തേക്ക് വന്നു. അതാണ് മേളിൽ നിന്നുള്ള ആദ്യത്തെ റെഡ് ആരോ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ആ വലിയ ഗ്രീൻ ആരോ കണ്ടില്ലേ, അവിടെ നമ്മൾ എൻട്രി കൊടുത്തു. ആ ക്യാൻഡിലിൻ്റെ റെഡ് ക്യാൻഡിൽ യെല്ലോ ലൈൻ്റെ മേളിൽ ക്രോസ് ചെയ്തു, 20യുടെ മുകളിൽ ക്രോസ് ചെയ്തു. അവിടെ നമ്മൾ എൻട്രി എടുത്തു. എന്നിട്ട് അത് മുകളിലേക്ക് പോയി ഏകദേശം ഒരു 1500 പോയിൻറ്റോളം നമുക്കവിടെ കിട്ടുന്നുണ്ട്. ഒരു 1.5-2 മണിക്കൂറിനുള്ളിൽ തന്നെ. അപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 മൂവിങ് ആവറേജിനെ താഴത്തുനിന്ന് കട്ട് ചെയ്യുമ്പോൾ ബൈ എടുക്കുക, 5 മൂവിങ് ആവറേജിനെ മേളിൽ നിന്ന് താഴത്തേക്ക് കട്ട് ചെയ്യുമ്പോൾ സെല്ല് ചെയ്യുക. ഇത് നമ്മൾ ബൈ ചെയ്തിട്ട് സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇനിയിപ്പോൾ തിരിച്ചാണെങ്കിലും നമുക്ക് ചെയ്യാം. 20 മൂവിങ് ആവറേജിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെല്ല് ചെയ്യുക, എന്നിട്ട് 5 മൂവിങ് ആവറേജിനെ താഴ്ത്തുനിന്ന് ക്യാൻഡിൽ കട്ട് ചെയ്ത് മേളിലേക്ക് കയറുമ്പോൾ നമുക്ക് ബൈ ചെയ്യാം. ഇത് പെർപ്പച്വലിൽ മാത്രമേ പറ്റുള്ളൂ. ഫസ്റ്റ് പറഞ്ഞ മെത്തേഡ് നമുക്ക് സ്പോട്ടിൽ ചെയ്യാൻ പറ്റും. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക.